പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി വീണ്ടും CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ. ഡൽഹി സമരത്തിൽ പോലീസ് അതിക്രമത്തിന് ഇരയായവരോട് മോദി മാപ്പ് പറയുമോ എന്ന് ചോദ്യം. പോലീസ് ലൈംഗികമായി അതിക്രമിച്ച പെൺകുട്ടികളോടെങ്കിലും മാപ്പ് ചോദിക്കുമോ എന്നും അഭിജിത്ത് വീഡിയോയിൽ പറഞ്ഞു. ഇന്ന് രാത്രിയും പ്രധാനമന്ത്രി വീഡിയോ പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ദീപ്കെ. कल हम सभी ने मोदी जी का वीडियो देखा जहां पर वो कह रहे थे कि वो माफ कर रहे हैं बच्चों को। मुझे लगता है मोदी जी आज भी रात को एक वीडियो डालेंगे नया, तो मैं उम्मीद करता हूँ मोदी जी उस वीडियो में माफ़ी मांगेंगे 20 जुलाई को जो लाठी चार्ज हुआ है उसके लिए। 12-12 साल की लड़कियों का सर फोड़ा गया है पुलिस के द्वारा, लड़कियों के कपड़े तक फाड़े गए मेल पुलिस ऑफिसर्स ने और उनको पीटा गया है। लड़कियों के प्राइवेट पार्ट्स पर भी पुलिस ने लाठियां चलाई है। तो मैं चाहता हूँ आज रात के वीडियो में मोदी जी सभी उन लड़कियों से माफ़ी मांगे जिनको पुलिस ने इतनी ब्रूटैलिटी से मारा है। വിവരങ്ങളുമായി ഋഷികേശ് ചേരുകയാണ്. ഋഷികേശ്, ഇതിപ്പം ജൻസികൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി ഇടപെടൂ എന്നൊരു തീരുമാനം ഉണ്ടായിട്ടാണോ എന്നറിയില്ല. പ്രധാനമന്ത്രി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിൽ ആക്റ്റീവാണ്, ലൈവ് വീഡിയോകൾ വരുന്നുണ്ട്. എന്നാൽ ഉപരിതലത്തിലൂടെ പ്രശ്നങ്ങൾ തൊടാതെ പോവാതെ കൃത്യമായ പ്രശ്നങ്ങളിൽ ഇടപെടൂ എന്ന് നിരവധി പ്രമുഖർ പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പമാണ് ഇപ്പോൾ ദീപ്കയുടെ വീഡിയോയും പുറത്തു വന്നിട്ടുള്ളത്. ലെനിഷ, നിലവിൽ പ്രധാനമന്ത്രിയുടെ പോസ്റ്റിന് കീഴെയെല്ലാം അഭിജിത്ത് ദീപ്കയും CJPയും എല്ലാം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നോണമാണ് ഇപ്പോൾ നിലവിൽ അഭിജിത്ത് ദീപ്കെ സ്വന്തം ഇൻസ്റ്റഗ്രാമിൽ കൂടെ തന്നെ ഒരു വിമർശനവുമായി വരുന്നത്. അതിൽ ഒരു മോദി ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെൽഫി വീഡിയോ തന്നെയാണ് അഭിജിത്ത് ദീപ്കയും പങ്കുവച്ചിട്ടുള്ളത്. അതിൽ നിലവിൽ അഭിജിത്ത് ദീപ്കെ അടക്കം ഉന്നയിക്കുന്ന വിമർശനങ്ങൾ വീണ്ടും കുറച്ചുകൂടി ശക്തമായി പറയുകയാണ് അഭിജിത്ത് ദീപ്കെ. അതായത് ഇതുവരെ പങ്കുവച്ച വീഡിയോകളിലൊന്നും പ്രധാനമന്ത്രി ഇത്തരത്തിൽ അന്ന് ഡൽഹിയിൽ നടന്ന അതിക്രമങ്ങൾക്കെതിരെ ഒരു മാപ്പ് പറയുകയോ അല്ലെങ്കിൽ രാജ്യത്തെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ഇന്നലെ പങ്കുവച്ച വീഡിയോയിലൂടെ താൻ വിദ്യാർത്ഥികൾക്ക് മാപ്പ് നൽകുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയത്. എന്നാൽ ലൈംഗികമായി അടക്കം അതിക്രമിക്കപ്പെട്ട വിദ്യാർത്ഥികളുണ്ട് പ്രതിഷേധത്തിനിടയിൽ. അത്തരത്തിലുള്ള വിദ്യാർത്ഥിനികളോടെങ്കിലും ഇത്തരത്തിൽ പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് മാപ്പ് പറയുമോ എന്നടക്കമാണ് ദീപ്കെ ചോദിക്കുന്നത്. ഇന്ന് വീഡിയോ പങ്കുവെക്കുമെന്ന് തന്നെയാണ് തൻ്റെ പ്രതീക്ഷയെന്നും അത് രാത്രി വരുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്നും അടക്കം ദീപ്കെ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അത്തരത്തിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ വിമർശനങ്ങളുടെ പുറമെയാണ് നിലവിൽ എന്തായാലും പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അഭിജിത്ത് ദീപ്കെ. വിവരങ്ങളാണ് ഋഷികേശ് നൽകിയത്.